എന്റെ പൊന്നു മോനെ നിവിൻ പോളിക്ക് ഒരു ഉമ്മ. അത് വേറെ ഒന്നല്ല, ഖലീഫ എന്നെ പാതാളത്തിൽ ചവിട്ടി താത്തിട്ട് നിവിൻ പോളി എന്ന് പറയുന്ന മാവേലി ഓണം തൂക്കിക്കളഞ്ഞ്. ബ്ലോക്ക് ബസ്റ്റർ കിടില. മമിതയും നിവിൻ പോളി എന്നുള്ള കോമ്പോ കിടിഞ്ഞ സാധനം. കാര്യം അക്കമാർക്ക്, പിന്നെ ആന്റിമാർക്ക്, മാമന്മാർക്ക്, മാമിമാർക്ക്, പയ്യന്മാർക്ക്, കൊച്ചു പിള്ളേർക്ക് വരെ ഇഷ്ടപ്പെടുന്ന പടമാണ്. അവര് ആദ്യം തൊട്ട് അവസാനം വരെ കിടിലം. പക്ക ഫാമിലി എന്റർടൈൻ മൂവി. കിടിലം. സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ചിരിച്ച് നമ്മളെ ലാസ്റ്റ് ഒക്കെ എന്താണ് ക്ലൈമാക്സ് ഒക്കെ എടുത്ത് വെച്ചേക്കണ. കിടില സാധനം. കിടിലം. കിടിലം. പിന്നെ ചിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ കോമഡി എന്ന് പറയുന്നത് ചളി കോമഡി ഒന്നുമില്ല. കിണ്ണൻ കോമഡികളാണ്. വർക്കൗട്ട് നമ്മളെ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വർഷം ഓണം നിവിൻ പോളി തൂക്കി. ഒരു രക്ഷയില്ല. ഓണം നിവിൻ പോളി തൂക്കിയിരിക്കുന്നു, ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി തിയേറ്ററിൽ ഒരു ഫാമിലിയുടെ ഒഴുക്കായിരിക്കും. മിക്കവാറും ഒരു 100-150-200 കോടി തൂക്കമുള്ള എല്ലാ ചാൻസ് ഉണ്ട്. തുടങ്ങും തൊട്ട് തീരും വരെ, സ്റ്റാർട്ടിങ് ടു എൻഡ് ഒരു സീനും കൂടെ നമുക്ക് പുഞ്ചിരി വിടാതെ ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം എന്റർടൈനിങ് ആണ്. നിവിൻ പോളിയുടെ റൊമാൻസിലെ നിവിൻ പോളി ഇസ് ദ ബെസ്റ്റ് എന്ന് ഒന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ്. കൂടാതെ മമിത ബൈജുവിന്റെ ഏറ്റവും ക്വാളിറ്റി ഏറിയ പെർഫോമൻസ്. മമിത ബൈജു കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ തമിഴ് സിനിമ വെച്ച് നോക്കുമ്പോൾ മമിത ബൈജുവിന്റെ ടോപ്പ് ലെവൽ പെർഫോമൻസ്. ഓണം വിന്നർ ബെത്ലഹേം കുടുംബ യൂണിറ്റ് തൂക്കിയിട്ടുണ്ട്, ഒന്നും പറയാനില്ല. കോമഡീസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു പ്രേമലു ലെവലാണോ? പ്രേമലു ലെവൽ എന്ന് പറയാൻ പറ്റില്ല. ഗിരീഷേടി പടം എന്താ പറയാ, ഗിരീഷേടിയുടെ ഹ്യൂമർ ആണ്. വേറൊരു രീതിയിൽ സൂപ്പർ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പടമാണ്. അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ, റോംകോം അങ്ങനത്തെ ടൈപ്പ് ഓഫ് പടമാണ്. അത്യാവശ്യം കുഴപ്പമില്ല. എല്ലാ ഫാമിലിക്കും എല്ലാവരും കാണാൻ എൻജോയ് ചെയ്യാൻ ഓണത്തിന് അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ്. യൂത്തിനും ഫാമിലിക്ക് നല്ല വർക്കാണ്. ഉറപ്പായിട്ടും കാണാം. ഓണത്തിന് എല്ലാവർക്കും പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. നിവിന്റെ ഒരു വീണ്ടും ഒരു വമ്പം പടം. ഇത് ഷുവർ ഷോട്ട് ഒരു 100 കോടി പടം. ഒരു 200 കോടിയൊക്കെ അടിക്കും. 200 കോടി അടിക്കും. ഇത് അത്ര കിടിലം പടം. ഓണത്തിന് നിവിനോണം ഒരു വിശ്വാസ സൻസി കണ്ട മമിതയെക്കാട്ടിലും കിടിലാണ് ഇതിലെ മമിത. മമിത നിവിൻ കോംബോ അടിപൊളി. എല്ലാരും മസ്റ്റ് വാച്ച് മൂവി ഇൻ തിയേറ്റേഴ്സ്. ചിരിച്ചിരിച്ച് വയറുവേദന എടുക്കും. അമ്മാതിരി ലെവലിൽ കോമഡിയാണ്. പൊള്ളി തൂക്കി കിള്ളൻ സിനിമയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. ഓണം നിവിൻ പോളി തൂക്കി. പക്ക കോമഡി തന്നെ. കോമഡി, റൊമാൻസ്, പിന്നെന്താ എല്ലാം ഉണ്ട്. നിവിൻ പോളി മമിതയുടെ കോമ്പോസ് എല്ലാം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഗിരീഷ് ഐഡി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ക ഫൺ എന്റർടൈൻമെന്റ് ആയിരുന്നു. ഫാമിലി ഓഡിയൻസ്. ഓണം തൂക്കി. ഓണം തൂക്കി. സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ ഫുള്ള് ഔട്ട് ആൻഡ് ഔട്ട് ഫണ്ണാണ്. അതെ, കോമഡി ഉണ്ട്, രസമുണ്ട്, ഫീൽ ഗുഡ് ആണ്. മേഡം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പക്ക ഫൺ എന്റർടൈൻമെന്റ് ആണ്. എല്ലാത്തരം ഓഡിയൻസിനും കണക്ട് ചെയ്യാൻ പറ്റും. എല്ലാ ഓഡിയൻസിനും കണക്ട് ചെയ്യാൻ പറ്റും. യൂത്തിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ഇരിക്കാനുള്ള എലമെന്റ്സ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നന്നായിട്ടുണ്ട്. ഒരു മിനിറ്റ്